വെൽക്കം ടു നേച്ചേഴ്സ് ത്രിൽസ്. ഇന്നൊരു തേങ്ങ അരച്ച ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ 4 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നില്ലേ, അതൊക്കെയാണ് ഈ ബീഫിൻ്റെ പുറത്ത് പ്രയോഗം ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ ബീഫ് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് കറി ഉണ്ടാക്കുന്നത്. അത് കുരുമുളകുണ്ട്, പച്ചക്കുരുമുളകുണ്ട്, കാന്താരിയുണ്ട്, കറിവേപ്പിലയുണ്ട്, ചുമന്നുള്ളി വെളുത്തുള്ളിയുണ്ട്, പിന്നെ തേങ്ങ ചിരകിയത്, അതൊരു മുറി തേങ്ങ ചിരകിയതാണ്. ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കും. അത് വഴറ്റി കഴിയുമ്പോൾ പിന്നെ പൊടികളെല്ലാം ഇട്ടു. ആദ്യം മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഉലുവപ്പൊടി. ജീരകം ഇടുന്നത് തണുപ്പല്ലേ, അതുകൊണ്ടാണ് ഇത് ഇട്ടേക്കുന്നത്, ദഹിക്കണ്ടായ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ആറിക്കഴിയുമ്പോൾ മിക്സിക്കകത്ത് അരച്ചു. ഈ കാണുന്ന ഇഞ്ചി ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്, അതവിടെ കൊണ്ടുവരുന്നത്. പിന്നെ മിക്സിക്കകത്ത് അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുക്കറിൽ ഈ അരച്ചതും പിന്നെ ഈ ബീഫ് മാരിനേറ്റ് ചെയ്ത ബീഫും കൂടെ ഇട്ട് ഒരു 10-15 മിനിറ്റ് ഇട്ടു. 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ബീഫ് കറി റെഡി. അവസാനം ആഫ്രിക്കൻ മല്ലിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ പുട്ടും ബീഫും കാപ്പിയും കൂടെ ഒരുമിച്ച് കഴിച്ചു. അത് നല്ല മഴയായിരുന്നു.